അയ്യ വണക്കം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത്. പോരാത്തതിന് ഇനി ഒരു ഐറ്റം ഉണ്ട്, മാനവികത. മാനവികതയാണ് ലഹരി എന്ന് പറയുന്നത്. മനുഷ്യനെ തിരിച്ചറിയുക, പരസ്പരം സ്നേഹിക്കുക. ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് മഹാരാജാസ് കോളേജിന്റെ മുമ്പിൽ നമ്മുടെ യോനി കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. പോരാത്തതിന് പല കോളേജുകളുടെ മുമ്പിലും ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ, ഇങ്ങോട്ട് തുറിച്ചു നോക്കരുതേ, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സദാചാരം എന്തായി പോകും നിന്റെ എന്നൊക്കെ പറഞ്ഞുള്ള ഗുൽമോഹർ ഇടത്തിലേക്ക് പാവപ്പെട്ട സ്ത്രീകളെ ആകർഷിക്കാനുള്ള പല കാര്യങ്ങളും. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നത് അരാജകത്വമല്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ ലിബറൈസേഷന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉന്നതിയിലേക്ക് ഉയർത്താനാണ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംഘടനയുണ്ട് നമ്മുടെ കേരളത്തിൽ. SFI എന്നാണ് ആ സംഘടനയുടെ പേര്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അതിപൈശാചികവും ക്രൂരവുമായി താലിബാനും ഐസിസും പോലും അനുവർത്തിക്കാത്ത നിയമത്തിലാണ് നമ്മൾ അവനെ കൊന്ന് കെട്ടിത്തൂക്കിയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യൂണിയൻ പ്രസിഡന്റ്, യൂണിറ്റ് സെക്രട്ടറി എന്നിങ്ങനെയുള്ള ഓരോ ആൾക്കാരായിട്ട് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കീഴടങ്ങുമ്പോഴും നമ്മളൊരു കാര്യം അനുവർത്തിക്കുന്നുണ്ട്. അതായത് SFI എന്ന് പറയുന്ന സംഘടന വയനാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജിഷ്ണു വരും. ജിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരും. ആ യോഗം ചേർന്നിട്ട് നമ്മൾ തീരുമാനിക്കും ഇവർ കീഴടങ്ങണോ കീഴടങ്ങണ്ടേ എന്നുള്ളത്. കാരണം പോലീസ് നമ്മുടെ കയ്യിലാണ്, മുഖ്യൻ നമ്മുടെ കയ്യിലാണ്. കേരളത്തിലെ സകലമാന കോളേജ് വിദ്യാർത്ഥികളെ നമ്മൾ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ 130 കുട്ടികളുടെ മുമ്പിൽ വിവസ്ത്രനാക്കിയാണല്ലോ നമ്മുടെ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ കൊന്ന് കെട്ടിത്തൂക്കിയത്. പോരാത്തതിന് 3 ദിവസം പട്ടിണി കിട്ടും. അത് പോരായിരുന്നു, 4 ദിവസം ഇടണമെന്നായിരുന്നു പാർട്ടിയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് 3 ദിവസം ഇടാനേ സാധിച്ചുള്ളൂ. കാരണം അതിന് മുമ്പേ പുള്ളിക്കാരൻ തട്ടിപ്പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ 4 ദിവസം പട്ടിണി കിട്ടാനേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടതാണ് 3 ദിവസം പട്ടിണി കിട്ടിട്ട് ആ വയറ്റിന്റെ വൻകുടലിൽ അല്ലെങ്കിൽ ചെറുകുടലിനകത്ത് ഒരു ദ്രാവകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യാതൊരുവിധ തവിട്ട് നിറത്തിലുള്ള ദ്രാവകം, യാതൊരുവിധ ഭക്ഷണവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. താലിബാനും ഐസിസും പോലും അനുവർത്തിക്കാത്ത ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ അങ്ങനെ പട്ടിണിക്കിട്ട് നമ്മൾ ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊന്ന് കെട്ടിത്തൂക്കി. എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ന്യായീകരിക്കാനും ഞങ്ങളെപ്പോലുള്ള SFI സിംഗങ്ങളുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ന്യായീകരിക്കും, ഞങ്ങൾ അതിഭീകരമായിട്ട് തന്നെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. ആ ന്യായീകരണം കേൾക്കാനും ഏറ്റെടുക്കാനും കേരളക്കരയിൽ ദേശാഭിമാനി വായിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ട്. അതാണ് ഈ പാർട്ടിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ന്യായീകരണം കേൾക്കാൻ ഇവിടെ ജനങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇന്നലെ മുതൽ അങ്ങോളം ഇങ്ങോളം SFIക്കാരിൽ നിന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ്. എടാ നിന്റെ ഒന്നും കൊണവധികാരം കേൾക്കാൻ ഇവിടെ വയ്യടാ, ഇറങ്ങിപ്പോടാ എന്നാണ് ഇന്നലെ ന്യായീകരിക്കാൻ വന്ന SFIയുടെ അഫ്സൽ എന്ന് പറയുന്ന വേട്ടാവളിയൻ, കിഴങ്ങൻ, മരക്കിഴങ്ങ് അല്ലെങ്കിൽ ചീനിക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ആ വേട്ടാവളിയനെ ഇന്നലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊലച്ചു വിട്ടത്. അവസാനം അക്ഷരാർത്ഥത്തിൽ അഫ്സൽ എന്ന് പറയുന്ന ഈ ചീനിക്കിഴങ്ങ് ഇറങ്ങി ഓടുകയായിരുന്നു 24 ന്യൂസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്ന് ആ ചർച്ച കണ്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അഫ്സൽ ഏതൊക്കെ തരത്തിൽ ന്യായീകരിക്കാൻ നോക്കിയാലും, ഏതൊക്കെ തട്ടിലിട്ട് തൂക്കി നോക്കിയാലും കേരളം ഇതുവരെ കാണാത്ത TP ചന്ദ്രശേഖരനെ ക്യാബേജ് അരിയും പോലെ അരിഞ്ഞ് വെട്ടി നുറുക്കി കൊന്നതിന് ശേഷം ഒരു വിദ്യാർത്ഥിയെ കേരളം ഇത്രയധികം ഞെട്ടുന്ന ഒരു കൊലപാതകം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുണ്ടാക്കാനും ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ, SFI എന്ന് പറയുന്ന സംഘടന. അങ്ങനെയുള്ള ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഈ സിദ്ധാർത്ഥനെ നമ്മൾ കൊന്ന് കെട്ടിത്തൂക്കിയ ശേഷം അതിനെ ഞങ്ങൾ ന്യായീകരിക്കാൻ ചെന്നപ്പോൾ ഈ ന്യായീകരണമൊന്നും ഇപ്പോൾ ഏൽക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ബഹിഷ്കരണം, അതാണ് ഞങ്ങളുടെ പുതിയ നയമെന്ന് പറയുന്നത്. ബഹിഷ്കരണം അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഉത്തരം മുട്ടുന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ ബഹിഷ്കരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ബഹിഷ്കരണവും ഒരു ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമാണെന്ന്. ജനാധിപത്യം എന്താണെന്ന് തൊട്ട് തീണ്ടാത്ത ജനാധിപത്യത്തിന്റെ സ്പെല്ലിംഗ് അറിയാമോ നിനക്ക്? എടാ ഞാൻ പച്ചയ്ക്ക് ചോദിക്കണം, എനിക്ക് ജനാധിപത്യത്തിന്റെ സ്പെല്ലിംഗ് പറയാനല്ല. അവന്റെ സായുധ വിപ്ലവം, ജനാധിപത്യം, തേങ്ങയുടെ അരി എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ കുറെ കാലമായി കേരളത്തിലെ ജനങ്ങളെ ഇട്ട് ഇങ്ങനെ പറ്റിക്കാൻ തുടങ്ങുന്നത് എന്ന് ഞാൻ പറയുന്നതല്ല, പല ട്രോളന്മാരും പറയുന്നുണ്ട്, പല ആൾക്കാരും പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ പല ചർച്ചകളിലും മാതൃഭൂമിയിലെയും 24 ചാനലിലെയും ഒക്കെ ചർച്ചകളിൽ വന്നിരുന്ന് തേഞ്ഞ് പണ്ടാരമടങ്ങി പോകുന്ന SFIയുടെ പ്രവർത്തകരെയാണെന്ന് കാണാനായിട്ട് നമുക്ക് സാധിച്ചത്. അതിൽ ഏറ്റവും ഭംഗിയായിട്ട് തേഞ്ഞ് പണ്ടാരം മടങ്ങിപ്പോയത്, അതിനുവേണ്ടി നിന്ന് ആ ഗപ്പടിച്ചിരിക്കുന്നത് അഫ്സൽ എന്ന് പറയുന്ന വേട്ടാവളിയനാണ്. അഫ്സൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടാണ് ചർച്ചയ്ക്ക് വന്നിരുന്നത്. ഹാഷ്മി ഉണ്ടായിരുന്നു ചർച്ചയ്ക്ക്. ഹാഷ്മിയുടെ മൂർച്ചയുള്ള വാക്കുകൾക്ക് മുമ്പിൽ അഫ്സൽ പിടിച്ചു നിൽക്കാൻ വേർത്തുവെങ്കിലും അഫ്സൽ പല കാര്യങ്ങളിലും നമുക്കറിയാം അഫ്സലിന്റെ പല ചർച്ചകളും എങ്ങനെയാണ് അഫ്സൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. അതിനൊരു വൈദഗ്ധ്യം വേണം, അതൊരു സ്കില്ലാണ് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. തെങ്ങിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ തെങ്ങിൽ കൊണ്ടുവന്ന് കെട്ടിയ പശുവിന്റെ കയറ് ഉണ്ടാക്കിയ ഫാക്ടറിയിലെ കുഞ്ഞമ്മേരെ മാപ്പിളയെ കുറിച്ചായിരിക്കും പുള്ളിക്കാരൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം സ്കില്ലുള്ള ഒരു മനുഷ്യനാണ് ഈ അഫ്സൽ എന്ന് പറയുന്നത്. ഈ പുള്ളിക്കാരൻ ഇന്നലെ ഹാഷ്മിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചുപോയി എന്നുള്ളത് വേറൊരു കാര്യം. ഞെട്ടി ഇറങ്ങി എഴുന്നേറ്റ് ഓടുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട് ചർച്ചയിൽ.
രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് പെഡ്ലേഴ്സ് അത് ഈ SFIയിലുള്ളവന്മാരാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിൽ ലഹരി മരുന്ന് ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. ഒരു റെയ്ഡ് നടത്തിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇനി രണ്ടാമത് ഡീൻ എന്ന് പറയുന്ന മരവാഴ, ഈ ഡീൻ എന്ന് പറയുന്ന നാരായണൻ എന്ന് പറഞ്ഞ മരവാഴ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടാണ് SFI അവിടെ കിടന്ന് ഇങ്ങനെ ആറാടുന്നത്, അല്ലെങ്കിൽ അട്ടഹസിക്കുന്നത്, അല്ലെങ്കിൽ പുളകം കൊള്ളുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അടക്കി ഭരിക്കുന്നത്, അവരുടെ നട്ടല് ചവിട്ടി ഓടിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അധ്യാപക സംഘടനയുടെ ഒത്താശയാണ്. ഇത് ചെയ്തവന്മാർക്ക് അധ്യാപക സംഘടന, കേരളത്തിലെ ഇടതുപക്ഷ അധ്യാപക സംഘടന കൊടുക്കുന്ന ഒരു പിന്തുണയുണ്ട്. നമുക്കറിയാം, ഫേസ്ബുക്കിലൊക്കെ SFIക്ക് വേണ്ടി ഘോരം പറയാനും വാദിക്കാനുമുള്ള പല ഭൂതകാല ഗുളികകളും ഉണ്ടെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഭൂതകാല ഗുളികകളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അധ്യാപക സംഘടനയുടെ ഒത്താശ ഈ SFIക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ആ 130 കുട്ടികളുണ്ടല്ലോ, ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കി അവരുടെ മുമ്പിലാണ് നിർത്തിയത്. ആ 130 കുട്ടികൾ മിണ്ടാതിരുന്നില്ലേ? അതുപോലെ നിന്റെയൊക്കെ രാജീവ് എന്ന് പറയുന്ന പഴയ SFIക്കാരനായിട്ടുള്ള മന്ത്രിയോടും, പിന്നെ ഒരു മരവാഴ അവിടെ കയറി ഇരിക്കുന്നുണ്ടല്ലോ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു ഗുണ്ട, ആ ഗുണ്ടയോട് മിനിമം ആ മര്യാദയെങ്കിലും കാണിക്കാൻ പറ, ഒന്ന് മിണ്ടാതിരിക്കാൻ പറ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള വാക്കുകളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ അഫ്സലിന്റെ കിളി പോയി. പിന്നെ അഫ്സൽ വന്നിരുന്ന് ഈ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആര് പറഞ്ഞു? നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ തെളിയിക്ക്, ഈ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾ തെളിയിക്ക്. യുവമാരുടെയൊക്കെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അക്ഷരസ്ഫുടതയുടെ മകുടോദാഹരണങ്ങളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. SFIയിലെ കട്ടപ്പമ്മൻ മുതൽ കുട്ടിച്ചാത്തന്മാർ വരെ വളരെ അക്ഷരസ്ഫുടമായിട്ട് വടിവൊത്ത ഭാഷയിലേ സംസാരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവരെ സമൂഹത്തിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ കാണുകയാണെങ്കിൽ ഒന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചേക്കുക എന്ന് കൂടെ മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അഫ്സലാണ്. ഈ അഫ്സൽ അവിടെ പറഞ്ഞത് ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ആര് പറഞ്ഞു? ഈ രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. ആകെപ്പാടെ 4 SFI പ്രവർത്തകർ മാത്രമേ അതിനകത്ത് ഭാഗമായിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം രാഷ്ട്രീയമില്ലാത്തവരാണ്. ആ രാഷ്ട്രീയമില്ലാത്തൊരു സംഭവത്തെ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ വലിച്ചഴിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ വലിച്ചഴിക്കുമ്പോൾ അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള നമ്മുടെ CPM എന്ന് പറയുന്ന യമണ്ടം പാർട്ടിയെ തോപ്പിക്കാനുള്ള നിങ്ങളെ അജണ്ടയാണ്. അമ്പമ്പോ ഹാഷ്മി അവിടെ തലയിൽ കൈവച്ചിരുന്ന് ഇറങ്ങി ഓടിയില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനൊരു സംഭവം ആദ്യം തന്നെ അഫ്സൽ എടുത്തിട്ടു. അപ്പൊ തന്നെ മനസ്സിലായി ഈ മണ്ടനെ ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നുമല്ല. നീ ഇവിടെ ഇരിക്കേണ്ട, നീ ഇറങ്ങിപ്പോടെ, നീ എന്തിനാണ് ഇവിടെ വന്ന് ചർച്ചയ്ക്ക് ഇരിക്കുന്നത്? നിന്നോടൊന്നും ജനാധിപത്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ മതിയാവില്ല, നിന്റെ ഗുണവാധികാരം ഒന്നും കേൾക്കാനല്ല അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ അപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡോസ് കൊടുത്ത് പറഞ്ഞയച്ചു. പിന്നെ ഹാഷ്മി അഫ്സലിന് എതിരെ പൊട്ടിത്തെറിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വേറൊരു സാഹചര്യമല്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഒരു വിദ്യാർത്ഥിയെ, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ 3 ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ അവിടെ ഇട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത്, എൻ്റെ മകൻ മരിക്കുന്ന നേരം ഒരു തുള്ളി വെള്ളമെങ്കിലും എടാ നിനക്കൊക്കെ കൊടുത്തുകൂടെയായിരുന്നോടാ എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത്, ജയകൃഷ്ണൻ. അപ്പോ നമ്മുടെ അഫ്സൽ കയറി അതിലങ്ങ് പിടിച്ചു, ഒരു പോയിന്റ് കിട്ടിയ പോലെ അങ്ങ് പിടിച്ചു. ആര് പറഞ്ഞു 3 ദിവസം വെള്ളം കൊടുത്തിട്ടില്ലെന്ന്? നമ്മൾ 3 ദിവസം വെള്ളം കൊടുക്കാതെ ഒന്നും ഒരുത്തനെ കൊല്ലുന്ന പാർട്ടിയല്ല എന്നുള്ള രീതിയിലാണ് അവന്റെ സംസാരം. 3 ദിവസം വെള്ളം കൊടുത്തില്ല, നിങ്ങൾ തെളിയിക്കൂ സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് സാർ 3 ദിവസം വെള്ളം കൊടുത്തില്ല. അയാളുടെ വയറ്റിനകത്ത്, അയാളുടെ സ്റ്റൊമക്കിൽ തവിട്ട് നിറത്തിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഒരു ദ്രാവകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടെന്ന് ഈ മരക്കിഴങ്ങിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കടാ എന്നുള്ള രീതിയിലാണ് ഹാഷ്മി അവിടെ സംസാരിച്ചത്. ഹാഷ്മി അവിടെ സംസാരിച്ച് കഴിഞ്ഞ ശേഷം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുക എന്നുള്ള രീതിയിൽ ഇത് വേറൊരു തന്ത്രമാണ്. കാരണം ചർച്ച എങ്ങനെ മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടു പോകാം, സമയം എങ്ങനെ മുഴുവനായിട്ടും കവർന്നെടുക്കാം, പോരാത്തതിന് ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാകാത്ത സാഹചര്യം വരും. ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്. അതുകൂടെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, എടാ മരവാഴ, നിന്റെ ഒന്നും ഈ ഗുണവാധികാരം കേൾക്കാനല്ല നമ്മൾ ഇരിക്കുന്നത്, പ്ലീസ് ഒന്ന് ഇറങ്ങിപ്പൊക്കോളൂ എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. അപ്പോഴേക്കും ഹാഷ്മി പറഞ്ഞു, ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും നമ്മൾ ഓൺ ചെയ്യുന്നില്ല രാഹുൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, ഓൺ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ വികാരപരമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ എബിൻ വർക്കി വക വെടിക്കെട്ടായിരുന്നു. എബിൻ വർക്കി വക വെടിക്കെട്ട് അവിടെ നടക്കുമ്പോൾ എബിൻ വർക്കി ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്, നികൃഷ്ടജീവി, പരനാറി. ഇതൊക്കെ എബിൻ വർക്കി ഉദ്ദേശിച്ചത് അവിടെയുള്ള ഡീൻ എന്ന് പറയുന്ന നാരായണന് നേരെയാണ്. അപ്പോഴേക്കും ഏഷ്യാനെറ്റിലെ ആങ്കർ കയറി ഇടപെട്ടു. അപ്പോൾ എബിൻ വർക്കി പറയുന്നത്, ഈ വാക്കൊന്നും ഞാൻ ഓൺ ചെയ്യുന്ന വാക്കല്ല, ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്ന വാക്കാണ്, നിങ്ങൾ വെറുതെ ഉണ്ടായിരിക്കും ചർച്ചയുടെ ഫ്ലോ കളയാനായിട്ടും എന്ന് പറഞ്ഞ് എബിൻ വർക്കി അവിടെ ഡീൽ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. 24-ൽ രാഹുൽ മാങ്കൂട്ടം
കൃത്യമായിട്ട് അത് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വേറൊരു കാര്യം അതിനകത്ത് എടുത്ത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്, ഈ പയ്യൻ മരണപ്പെടുന്നു 18-ാം തീയതി. 18-ാം തീയതി ഈ പയ്യൻ മരണപ്പെട്ട് കഴിഞ്ഞ് ഒരു പരാതി ഇവന്മാർ കൊണ്ടുവരികയാണ്. ഇവൻ കോളേജിൽ മോശക്കാരനായിരുന്നു, ഒരു പെൺകുട്ടിയുമായി അപമര്യാദയായി പെരുമാറി. സ്വാഭാവികം, ആരെങ്കിലും ഇവന്മാർക്കെതിരെ തിരിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കഞ്ചാവ് കേസ് എടുത്ത് വെച്ച് കൊടുക്കും, ഒരു പെണ്ണ് കേസ് എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങളും ഇവന്മാർ ചെയ്യുമെന്ന് ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഒന്നുമില്ലെങ്കിലും നിന്നെയൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കുറേ ആയി കാണുന്നതല്ലേടാ, നിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയൊക്കെ കിടന്ന് അട്ടഹസിക്കുന്ന അറുമാദിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അങ്ങനെ ഒരു കേസ് കൊണ്ടുവരുന്നു. ആ കേസ് 26-ാം തീയതി അധ്യാപക, അതായത് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന, SFIക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന അധ്യാപക അതിൽ ഒപ്പിടുന്നു. ആ പരാതി സ്വീകരിക്കുന്നത് എപ്പോഴാണ്? ഞായറാഴ്ച. കോളേജ് ഇല്ലാത്ത ദിവസമാണ് പരാതി സ്വനത്തിക്കൊണ്ട് അവന്മാർ ചെല്ലുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു വലിയ രീതിയിലുള്ള കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മരിച്ചാൽ പോരാ, അതിനെ നമ്മൾ ചുട്ട് തിന്നണം. ആ ഡെഡ് ബോഡിയെ നമ്മൾ ചുട്ട് തിന്നണം. വെള്ളം കൊടുക്കാതെ, ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാതെ അവനെ കൊന്നു തള്ളിയാൽ മാത്രം പോരാ, നമ്മൾ ആ ഡെഡ് ബോഡി ചുട്ട് തിന്നണം. അവനെ എത്രത്തോളം ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ, അവനെ എത്രത്തോളം മരണാനന്തരം അവൻ്റെ ആത്മാഭിമാനം, അവൻ്റെ കുടുംബത്തിൻ്റെ ആത്മാഭിമാനം കൂടെ ചോർത്തിക്കളയാൻ പറ്റുമോ, അങ്ങനെ ചോർത്തിക്കളഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ആ പയ്യനെ, അവൻ മരണാനന്തരവും അവൻ ഈ നാട്ടിലുള്ള നല്ലൊരു പേരും കൂടെ തച്ചുടച്ചാൽ മാത്രമേ ഇനി SFIക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് SFI ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇവിടെ ഏത് കൊച്ചുകുട്ടിക്ക് പറയാം. എന്തായിരുന്നാലും ആ പരിപ്പൊന്നും ഇപ്പോൾ വേവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് കാണേണ്ട ഒരു കാര്യം. ഇപ്പം സോഷ്യൽ മീഡിയ യുഗമാണല്ലോ, അതുകൊണ്ട് പല കാര്യങ്ങളും പല ആൾക്കാർ പറയുന്നതും പല സംഭവങ്ങളും ഇപ്പം തന്നെ വിരൽത്തുമ്പിൽ ജനങ്ങളുടെ കയ്യിലോട്ട് എത്തും. അതുകൊണ്ട് ഇപ്പം പറയുന്നത് പിന്നെ മാറ്റി പറയാമെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ ബൈറ്റും കാര്യങ്ങളും, സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ എന്താണ് പറയുന്നത്, കോളേജ് അധ്യാപകൻ എന്താണ് പറയുന്നത്, SFIയുടെ നിലപാട് എന്താണ് ഇതിൽ, ഇടതുപക്ഷ സംഘടനയുടെ നിലപാട് എന്താണ് ഇതിൽ, അധ്യാപകൻ എന്താണ് പറയുന്നത്, പോലീസ് എന്താണെന്ന് പറയുന്നത്, ഇതൊന്നും അറിയാനായിട്ട് നാളെ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ദേശാഭിമാനി വരുന്നപ്പോഴാണല്ലോ സാധാരണ ഇതൊക്കെ അറിയുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പം നമ്മളെ വിരൽ തുമ്പി കിട്ടുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ പഴയ പരിപ്പ് ഇപ്പോൾ വേവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിൽ നിന്നും കണ്ടം വഴി ഇറങ്ങി ഓട്ടം മാത്രമേ ഇനി SFIക്ക് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പ്രതിരോധ മാർഗമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അല്ല, SFIയുടെ ശവസംസ്കാരം. ഇപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.